ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. 25 അംഗ സംഘമടങ്ങുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരാണ് കുടുങ്ങിയത്. സ്പിറ്റിയിൽ നിന്ന് കൽപ്പിലേക്ക് എത്തിയ സംഘമാണ് ഷിംലയിലേക്ക് കടക്കാനാകാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകുന്നു. ഈ വിനോദസഞ്ചാരികളിൽ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ടല്ലോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഹിമാചൽ പ്രദേശിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. അതായത് 25 പേരടങ്ങുന്ന ഒരു സംഘം, വിനോദസഞ്ചാര സംഘമാണ് ഈ ഷിംലയിലേക്ക് കടക്കാനാവാതെ ഹിമാചൽ പ്രദേശിൻ്റെ സ്പിറ്റിയിൽ നിന്ന് കൽപ്പ പ്രദേശത്ത് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ 18 പേരാണ് മലയാളികൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് സ്പിറ്റിയിൽ നിന്ന് കൽപ്പയിലേക്ക് എത്തിയ സംഘമാണ് ഷിംലയിൽ എത്താനാകാതെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. 2 ദിവസമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം റോഡ് മാർഗം യാത്ര സാധ്യവുമല്ല. കൂടാതെ സംഘത്തിലുള്ള ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൽപ്പയിൽ കുടുങ്ങിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുങ്ങിക്കിടന്ന 25 പേരിൽ 18 പേര് മലയാളികളാണ്. അതിൽ തമിഴ്നാട് സ്വദേശികളുണ്ട്, ഉത്തരേന്ത്യ സ്വദേശികളുണ്ട്. അങ്ങനെ 25 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് കുടുങ്ങിക്കിടക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് ഭക്ഷണവും വെള്ളവും അടക്കം അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഷിംലയിൽ എത്തിക്കാൻ വേണ്ടി അടിയന്തര ഇടപെടൽ വേണമെന്ന് മലയാളികൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇവർ സുരക്ഷിതരാണെന്നും അധികൃതരുമായി ബന്ധപ്പെടാൻ സാഹചര്യമുണ്ടെന്നുമാണ് ഈ കുടുങ്ങിക്കിടക്കുന്നവരിൽ ഒരാൾ ഇപ്പോൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ 18 പേരടങ്ങുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘമാണ്, 25 പേരടങ്ങുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇപ്പോൾ ഈ ഒരു കൽപ്പയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഷിംലയിലേക്ക് കടക്കാനാവാതെയാണ് അവർ പോയത്. ഓഗസ്റ്റ് 25-നാണ് അവർ ഈ ഒരു ഡൽഹിയിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. നമുക്കറിയാം, ഈ ഒരു ഷിംല എന്ന് പറയുന്ന ഒരു ഭാഗം എന്നാൽ കുളു, മണാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഹിമാചൽ പ്രദേശിലെ പ്രധാന വിനോദസഞ്ചാരമാണ് ഈ കുളു, മണാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അതുപോലെ ഷിംലയൊക്കെ, ഈ ഡാർജിലിംഗ്, ഷിംലയൊക്കെ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നൊരു കേന്ദ്രമാണ്. അവിടെയാണ് ഈ മൺസൂൺ ആരംഭിച്ചത് മുതൽ വലിയ രീതിയിലുള്ള മഴയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ പെയ്യുന്നത്. ഒപ്പം തന്നെ നിരവധി റോഡുകൾ ഒലിച്ചു പോകുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിൽ വലിയൊരു മഴ, ശക്തമായ കാലാവസ്ഥ, മണ്ണിടിച്ചൽ, പാറക്കെട്ടുകൾ വന്ന് വീഴുന്നു റോഡിലേക്ക്. ഈ ഷിംലയിൽ നിന്നും ഈ ലേ മണാലി ഹൈവേയുടെ പകുതിയോളം ഭാഗം മണാലി സെക്ടറിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒലിച്ചു പോകുന്ന ഹൈവേ റോഡ് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയൊരു കാലാവസ്ഥാ പ്രശ്നം നിലനിൽക്കുകയാണ് ഈ സഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അവർ സുരക്ഷിതരാണെന്നും അധികൃതരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടെന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വരും മണിക്കൂർ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 18 പേരടങ്ങുന്ന മലയാള സംഘം, അതിൽ കൊച്ചി സ്വദേശികളാണെന്നാണ് അറിയുന്നത്. ഈ 18 പേരടങ്ങുന്ന മലയാളി സംഘത്തിൽ കൊച്ചി സ്വദേശികളുണ്ടെന്നും ഇവർ കൊച്ചി സ്വദേശികളാണെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടുപേർ തമിഴ്നാട് സ്വദേശികളും ബാക്കി ഉത്തരേന്ത്യൻ സ്വദേശികളുമാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും വരും മണിക്കൂറിൽ വരും മണിക്കൂറിൽ ഇതിൻ്റെ ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫൈസൽ, അവിടെ എത്തിയതിന് ശേഷമുള്ള അവരുടെ ഒരു കൂട്ടത്തോടെയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. യുവാക്കളിൽ തന്നെ ഭൂരിപക്ഷവും പുരുഷന്മാരാണ്. സ്ത്രീകൾ കുറച്ച് പേരുണ്ട്. എല്ലാവരും ഏകദേശം ചെറുപ്പം പ്രായത്തിലുള്ളവരാണ്. പക്ഷേ ചിലർക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട് എന്ന് ഫൈസൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഇത്രയധികം അവിടെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട്, നിരവധി തവണ ഫോൺ ഉപയോഗിച്ചതുകൊണ്ട് പലരുടെയും ഫോണുകൾ നിശ്ചലാവസ്ഥയിലാണ്. പവർ ബാങ്ക് ഉപയോഗിച്ചതിന് ശേഷവും ബാറ്ററി തീർന്ന ഒരവസ്ഥയിലാണ് പലരും. അതുകൊണ്ട് അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവരെ ബന്ധപ്പെടുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് നൽകാൻ കഴിയും, അല്ലേ ഫൈസൽ? തീർച്ചയായും അവരുടെ ബന്ധപ്പെടുന്ന അതാണ് അവർ സൂചിപ്പിച്ചത്. അതിൽ ഒരാളാണ് നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ അവർ സുരക്ഷിതരാണ്, വലിയ പ്രശ്നങ്ങളൊന്നും അവർ നേരിടുന്നില്ല. ഒപ്പം തന്നെ ഈ അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. ഒപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് 18 പേർ മലയാളികൾ, ഇവർ കൊച്ചി സ്വദേശികളുമാണ്. ഏതായാലും ഇവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ നേരത്തെ ബന്ധപ്പെടുന്നതിന് ശേഷം 2 ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ശക്തമായ മഴയും മണ്ണിടിച്ചിലൊക്കെ കാരണം വൈദ്യുതി ബന്ധം തകരാറിലാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ ഫോണിൻ്റെ നെറ്റ്വർക്ക് ഉൾപ്പെടെ തകരാറിലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ ബന്ധപ്പെടാനും ശ്രമിക്കുന്നുണ്ട്. ഇവരെ ബന്ധപ്പെടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇവരെ കൂടുതൽ വിവരം നമുക്ക് അടുത്ത വരും മണിക്കൂർ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ശരി, കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്ന ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയവരിൽ മലയാളികൾ കൂടി ഉൾപ്പെടുന്നു. 25 അംഗ സംഘത്തിൽ 18 പേർ മലയാളികളാണ് എന്നാണ് ഫൈസൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ അവിടെ മിന്നൽ പ്രളയമുണ്ടായ ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി എന്ന ഇടത്തു നിന്ന് കൽപ്പിലേക്ക് എത്തിയ സംഘമാണ് ഷിംലയിലേക്ക് കടക്കാനാകാതെ കുടുങ്ങിയത്. ഇവർക്ക് ഷിംലയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഏതൊക്കെ രീതിയിൽ ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താമെന്നുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് തന്നെ ഇപ്പോൾ അവരുടെ അവസ്ഥ ആശങ്ക ഉള്ള ഒന്നല്ല. ഒരു സുരക്ഷിത സ്ഥാനത്താണ് ഉള്ളത്. പക്ഷേ അവർക്ക് മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക്, യാത്രാ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുകയും ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഫൈസൽ അസൈസ് സൂചിപ്പിക്കുന്നത്.